ഹലോ എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ടച്ചേ വിട്ടുപോയിരിക്കുന്നു, കുറച്ച് തിരക്കിലായിപ്പോയി. നമ്മളിന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോണിൻ്റെ ബാക്കിയാണ് കേൾക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. 2 ഓർഡർ ഓഫ് ദ ഫീനിക്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് പിന്നെ ഒരു ഫിലോസഫർ സ്റ്റോൺ ചെയ്താൽ മതിയോ എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഹാരിയുടെ ഫസ്റ്റ് ഹോഗ്വാർട്സ് ക്രിസ്മസിനെ കുറിച്ചിട്ടായിരുന്നു. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ജംപ് ഇൻ ടു ദ സ്റ്റോറി. ഹാരിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു ക്രിസ്മസ് അത്താഴം ഉണ്ടായിട്ടില്ല. 100 വലിയ വറുത്ത ടർക്കികൾ, കുന്നുപോലെ പൊരിച്ചതും വേവിച്ചതുമായ ഉരുളക്കിഴങ്ങ്, ചിപ്പൊലൈറ്റുകളുടെ പ്ലേറ്ററുകൾ, വെണ്ണ പുരട്ടിയ പീസ്, രുചികരമായ ഗ്രേവിയും ക്രാൻബെറി സോസും, വിസാർഡ് ക്രാക്കേഴ്സും, സാധാരണയായി ഡേഴ്സ്ലികളുടെ പക്കലുണ്ടാകുന്ന ദുർബലമായ മഗൾ ക്രാക്കറുകളെ പോലെ ആയിരുന്നില്ല അവ. അതിൽ ചെറിയ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും പേപ്പർ തൊപ്പികളുമാണ് ഉണ്ടാകാറ്. ഫ്രെഡിനൊപ്പം ഹാരി ഒരു വിസാർഡ് ക്രാക്കർ വലിച്ചു. അതൊരു പീരങ്കി പോലെ പൊട്ടിത്തെറിച്ചു. നീലപ്പുകയിൽ അവരെല്ലാം അപ്രത്യക്ഷരായി. അതേസമയം അകത്ത് നിന്ന് ഒരു റെയർ അഡ്മിറൽ തൊപ്പിയും നിരവധി ജീവനുള്ള വെളുത്ത എലികളും പുറത്തു വന്നു. ഹൈ ടേബിളിൽ ഡംബിൾഡോർ തന്റെ കൂർത്ത തൊപ്പി ഒരു പൂക്കളുള്ള ബോണറ്റായി മാറ്റി. പ്രൊഫസർ ഫ്ലിറ്റ്വിക് വായിച്ച ഒരു തമാശയ്ക്ക് ഡംബിൾഡോർ സന്തോഷത്തോടെ ചിരിക്കുകയായിരുന്നു. ടർക്കിയുടെ പിറകെ ക്രിസ്മസ് പുഡിങ്ങുകൾ വന്നു. സ്വാദിഷ്ടമായ ക്രിസ്മസ് പുഡിങ്ങുകൾ വന്നു. തന്റെ കഷ്ണത്തിലുണ്ടായിരുന്ന വെള്ളിസിക്കൽ കഴിച്ചപ്പോൾ പെർസിയുടെ പല്ല് ഇളകാറായി. വൈൻ കുടിച്ച് ഹാഗ്രിഡിന്റെ മുഖം കൂടുതൽ ചുവന്നു വരുന്നത് ഹാരി നോക്കി നിന്നു. ഒടുവിൽ അയാൾ പ്രൊഫസർ മക്ഗോണഗലിന്റെ കവിളിൽ ചുംബിച്ചു. അവൾ ചിരിക്കുന്നതും നാണിക്കുന്നതും കണ്ടപ്പോൾ ഹാരിക്ക് അത്ഭുതം അടക്കാനായില്ല. ഒടുവിൽ ഹാരി മേശ വിട്ടപ്പോൾ പൊട്ടാത്ത തിളക്കമുള്ള ബലൂണുകളുടെ ഒരു പാക്ക്, വളർത്താൻ കഴിയുന്ന ഒരു വാട്സ് കിറ്റ്, പിന്നെ സ്വന്തമായി പുതിയ മാന്ത്രിക ചെസ് സെറ്റ് എന്നിവയുൾപ്പെടെ നിരവധി സാധനങ്ങൾ അവൻ്റെ ക്രാക്കേഴ്സിൽ നിന്ന് അവന് കിട്ടിയിരുന്നു. വെളുത്ത എലികൾ അപ്രത്യക്ഷമായി. അവ മിസസ് നോറിസിന്റെ ക്രിസ്മസ് അത്താഴമായി മാറുമെന്ന് ഹാരിക്ക് തോന്നി. ഹാരിയും വീസ്ലികളും ഗ്രൗണ്ടിൽ ഉഗ്രമായ സ്നോബോൾ പോരാട്ടം നടത്തി സന്തോഷകരമായ ഒരു സായാഹ്നം ചിലവഴിച്ചു. പിന്നീട് തണുപ്പിൽ നനഞ്ഞും കിതച്ചും അവർ ഗ്രിഫിൻഡോർ കോമൺ റൂമിലെ തീയുടെ അടുത്തേക്ക് മടങ്ങി. അവിടെ ഹാരി തന്റെ പുതിയ ചെസ് സെറ്റിൽ റോണിനോട് അതിഗംഭീരമായി പരാജയപ്പെട്ടു. പേഴ്സി തന്നെ ഇത്രയധികം സഹായിക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ താൻ ഇത്ര മോശമായി തോൽക്കില്ലായിരുന്നുവെന്ന് അവന് തോന്നി. ചായയ്ക്ക് ശേഷം ടർക്കി സാൻഡ്വിച്ചുകൾ, ക്രംപറ്റുകൾ, ട്രൈഫിൾ, ക്രിസ്മസ് കേക്ക് എന്നിവ കഴിച്ചതോടെ എല്ലാവരുടെയും വയറ് നിറഞ്ഞ് ഉറക്കം വന്നു. ഹാരിയുടെ എക്കാലത്തെയും മികച്ച ക്രിസ്മസ് ദിനമായിരുന്നു അത്. എന്നിട്ടും ദിവസം മുഴുവൻ അവൻ്റെ മനസ്സിനെ എന്തോ ഒന്ന് അലട്ടിക്കൊണ്ടിരുന്നു. കിടക്കയിലേക്ക് കയറുന്നതുവരെ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ആ അദൃശ്യ പുതപ്പിനെക്കുറിച്ചും അത് അയച്ച ആളിനെക്കുറിച്ചും. ടർക്കിയും കേക്കും കഴിച്ച് വയറ് നിറഞ്ഞ റോൺ ഒന്നും തന്നെ ചിന്തിക്കാതെ തൻ്റെ 4 പോസ്റ്ററുകളുടെ കർട്ടനുകൾ വലിച്ച് ഉടനെ ഉറങ്ങിപ്പോയി. ഹാരി സ്വന്തം കട്ടിലിൻ്റെ വശത്തേക്ക് ചാടി നിന്ന് അതിനടിയിൽ നിന്ന് പുതപ്പ് പുറത്തെടുത്തു. അവൻ്റെ അച്ഛൻ്റേത്. ഇത് അവൻ്റെ അച്ഛൻ്റേതായിരുന്നു. പട്ടിനേക്കാൾ മൃദുവും വായു പോലെ കനമില്ലാത്തതുമായ ആ തുണി അവൻ്റെ കൈകളിലൂടെ നീക്കി. ഇത് നന്നായി ഉപയോഗിക്കുക എന്ന് കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ പുതപ്പ് ദേഹത്തിൽ ചുറ്റി. താഴേക്ക് നോക്കിയപ്പോൾ നിലാവും നിഴലുകളും മാത്രമേ അവിടുള്ളൂ. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അത്. ഇത് നന്നായി ഉപയോഗിക്കുക. പെട്ടെന്ന് ഹാരിയുടെ ഉറക്കം പോയി. ഈ വസ്ത്രത്തിൽ ഹോഗ്വാർട്സ് മുഴുവൻ അവനു വേണ്ടി തുറന്നിരിക്കുന്നു. ഇരുട്ടിലും നിശബ്ദതയിലും അവൻ അവിടെ നിൽക്കുമ്പോൾ ആവേശം കൊണ്ട് അവൻ്റെ ഉള്ളു നിറഞ്ഞു. ഇതിൽ എവിടെയും
എവിടെയും അവന് പോകാം. ഫിൽച്ച് ഒരിക്കലും അറിയില്ല. ഉറക്കത്തിൽ റോൺ എന്തോ പിറുപിറുത്തു. അവനെ ഉണർത്തണോ? എന്തോ ഒന്ന് ഹാരിയെ പിന്നോട്ട് പിടിച്ചു നിർത്തി. അവൻ്റെ അച്ഛൻ്റെ ക്ലോക്ക്. ഇതിൻ്റെ ആദ്യത്തെ ഉപയോഗം. ഇത്തവണ അത് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവന് തോന്നി. ഹാരി ഡോർമിറ്ററിയിൽ നിന്ന് പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി, പടികളിറങ്ങി, കോമൺ റൂമിലൂടെ കടന്ന് പോർട്രേറ്റ് ദ്വാരത്തിലൂടെ കയറി. ആരവിടെ? തടിച്ച സ്ത്രീ അലറി. ഹാരി ഒന്നും മിണ്ടിയില്ല. അവൻ വേഗം ഇടനാഴിയിലൂടെ നടന്നു. എങ്ങോട്ടാണ് പോകേണ്ടത്? അവൻ നിന്നു. അവൻ്റെ ഹൃദയം മിടിക്കുന്നു. അവൻ ചിന്തിച്ചു. പൊടുന്നനെ അതവൻ്റെ മനസ്സിലേക്ക് വന്നു. ലൈബ്രറിയിലെ റെസ്ട്രിക്റ്റഡ് സെക്ഷൻ. ഫ്ലമേൽ ആരാണെന്ന് കണ്ടെത്താൻ എത്ര നേരം വേണമെങ്കിലും അവന് വായിക്കാൻ കഴിയും. നടക്കുമ്പോൾ അദൃശ്യ പുതപ്പ് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ നടത്തം തുടർന്നു. ലൈബ്രറി മുഴുവൻ ഇരുട്ടായിരുന്നു. ഭയപ്പെടുത്തുന്ന ഇരുട്ട്. പുസ്തകങ്ങളുടെ ഇടയിലൂടെ തന്റെ വഴി കാണാൻ ഹാരി ഒരു വിളക്ക് കത്തിച്ചു. ആ വിളക്ക് വായുവിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. തൻ്റെ കൈ അതിനെ താങ്ങി നിർത്തുന്നത് ഹാരിക്ക് അനുഭവപ്പെട്ടെങ്കിലും ആ കാഴ്ച അവനെ പോലും അത്ഭുതപ്പെടുത്തി. ലൈബ്രറിയുടെ പിന്നിലായിരുന്നു റെസ്ട്രിക്റ്റഡ് സെക്ഷൻ. ഈ പുസ്തകങ്ങളെ ലൈബ്രറിയുടെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന കയറിൽ ശ്രദ്ധാപൂർവം ചവിട്ടി തലക്കെട്ടുകൾ വായിക്കാൻ അവൻ തൻ്റെ വിളക്ക് ഉയർത്തിപ്പിടിച്ചു. അവ അവനോട് കൂടുതലൊന്നും പറഞ്ഞില്ല. അവരുടെ അടർന്നു മങ്ങിയ സ്വർണ്ണ അക്ഷരങ്ങളിൽ ഹാരിക്ക് മനസ്സിലാകാത്ത ഭാഷകളിൽ വാക്കുകൾ എഴുതിയിരുന്നു. ചിലതിന് പേരില്ലായിരുന്നു. ഒരു പുസ്തകത്തിൽ രക്തം പോലെ ഭീകരമായി തോന്നിക്കുന്ന ഒരു കറയുണ്ടായിരുന്നു. ഹാരിയുടെ കഴുത്തിലെ രോമങ്ങൾ തറച്ചു. ഒരുപക്ഷെ അവന് തോന്നിയതാകാം, ഒരുപക്ഷെ അല്ലായിരിക്കാം. പുസ്തകങ്ങളിൽ നിന്ന് ഒരു നേരിയ മന്ത്രികൾ വരുന്നതായി അവൻ കരുതി. അവിടെ വരാൻ പാടില്ലാത്ത ആരോ ഉണ്ടെന്ന് അവർക്ക് അറിയാമെന്ന മട്ടിൽ. എവിടെ നിന്നെങ്കിലും തുടങ്ങേണ്ടിയിരിക്കുന്നു. വിളക്ക് ശ്രദ്ധാപൂർവം തറയിൽ വെച്ച് താഴെയുള്ള ഷെൽഫിലൂടെ നല്ല ഒരു പുസ്തകത്തിനായി അവൻ തിരഞ്ഞു. കറുപ്പും വെള്ളിയും നിറത്തിലുള്ള ഒരു വലിയ വാല്യം അവൻ്റെ കണ്ണിൽ പതിഞ്ഞു. അത് വളരെ ഭാരമുള്ളതായതിനാൽ അവൻ പ്രയാസപ്പെട്ടത് പുറത്തെടുത്തു. മുട്ടിൽ വെച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് തുറന്നു. രക്തം കട്ടപിടിക്കുന്ന തുളച്ചുകയറ്റം പോലെയുള്ള ഒരു നിലവിളി നിശബ്ദതയെ ഭേദിച്ചു. പുസ്തകം അലറിക്കൊണ്ടിരുന്നു. ഹാരി അത് അടച്ചു. പക്ഷേ ആ നിലവിളി തുടർന്നുകൊണ്ടേയിരുന്നു. നിലയ്ക്കാത്ത ഒരു കാതടപ്പിക്കുന്ന നിലവിളി. അവൻ പിന്നിലേക്ക് ഇടറി വീണ് തൻ്റെ വിളക്ക് തട്ടി. അത് പെട്ടെന്ന് അണഞ്ഞു. ഹാരി പരിഭ്രാന്തനായി. പുറത്തെ ഇടനാഴിയിലൂടെ ഒരു കാലടി ശബ്ദം. അലറുന്ന പുസ്തകം ഷെൽഫിൽ തിരികെ വെച്ച് അവൻ ഓടി. വാതിൽക്കൽ വെച്ച് അവൻ ഫിൽച്ചിനെ മറികടന്നു. ഫിൽച്ചിൻ്റെ വിളറിയ കാട്ടുകണ്ണുകൾ അവൻ്റെ ഉള്ളിലൂടെ നേരെ പതിഞ്ഞു. ഹാരി ഫിൽച്ചിൻ്റെ നീട്ടിയ കൈകൾക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പുസ്തകത്തിൻ്റെ നിലവിളി ഇപ്പോഴും അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. ഉയരമുള്ള നീണ്ട ഒരു കവചത്തിന് മുന്നിൽ അവൻ പെട്ടെന്ന് നിന്നു. ലൈബ്രറിയിൽ നിന്ന് പുറത്തു കടക്കുന്ന തിരക്കിലായിരുന്നു അവൻ. ഇരുട്ടായതുകൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു ധാരണയുമില്ലായിരുന്നു. അടുക്കളകളുടെ അടുത്ത് ഒരു കവചമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് 5 നിലകൾ മുകളിലായിരുന്നു അവൻ. പ്രൊഫസർ, ആരെങ്കിലും രാത്രി ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിലോ ലൈബ്രറിയിൽ റെസ്ട്രിക്റ്റഡ് സെക്ഷനിൽ കടന്നാലോ നിങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. മുഖത്ത് നിന്ന് രക്തം വാർന്നൊലിക്കും പോലെ ഹാരിക്ക് അനുഭവപ്പെട്ടു. അവനിനി എത്ര ദൂരേക്ക് ഓടിയാലും ഫിൽച്ചിന് കുറുക്കുവഴികൾ നന്നായി അറിയാമായിരുന്നു. അയാളുടെ മൃദുവായ വഴുവഴുത്ത ശബ്ദം അടുത്തു വന്നു. ഇപ്പോൾ ഹാരി കൂടുതൽ ഭയപ്പെട്ടു. കാരണം അയാളോട് മറുപടി പറഞ്ഞത് സ്നേഹിപ്പായിരുന്നു. റെസ്ട്രിക്റ്റഡ് സെക്ഷനോ? വെൽ, അധികം ദൂരെയൊന്നും പോയിട്ടുണ്ടാകില്ല. നമ്മൾ അവരെ പിടികൂടും. ഫിൽച്ചും സ്നേഹിപ്പും മുന്നിലെ മൂലയിലെത്തിയപ്പോൾ ഹാരി ആ സ്ഥാനത്ത് ഉറച്ചു നിന്നു. തീർച്ചയായും അവർക്കവനെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതൊരു ഇടുങ്ങിയ ഇടനാഴിയായിരുന്നു. അവർ കൂടുതൽ അടുത്തെത്തിയാൽ അവനുമായി കൂട്ടിയിടിക്കും.
പുതപ്പിന് അത് തടയാനുള്ള കഴിവില്ല. അവൻ കഴിയുന്നത്ര നിശബ്ദമായി പിന്നോട്ട് നിന്നു. ഇടതുവശത്ത് പകുതി തുറന്ന ഒരു വാതിൽ കിടപ്പുണ്ട്. അവൻ്റെ ഏക പ്രതീക്ഷ. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് വാതിൽ അനക്കാതെ അവൻ അതിലൂടെ ഞെരുങ്ങി ആ മുറിയിലേക്ക് കയറി. ഒന്നും ശ്രദ്ധിക്കാതെ അവർ നേരെ നടന്നു. ഹാരി ചുമരിൽ ചാരി ആഴത്തിൽ ശ്വസിച്ചു. അവരുടെ കാലൊച്ചകൾ അകന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് താൻ ഒളിച്ചിരിക്കുന്ന മുറിയെക്കുറിച്ച് അവൻ എന്തെങ്കിലും ശ്രദ്ധിച്ചത്. അതൊരു ഉപയോഗശൂന്യമായ ക്ലാസ് മുറി പോലെ കാണപ്പെട്ടു. ഇരുണ്ട രൂപത്തിലുള്ള മേശകളും കസേരകളും ചുവരുകളിൽ കൂട്ടിയിട്ടിരുന്നു. തല തിരിച്ചു വച്ച ഒരു മാലിന്യ കടലാസ് കൊട്ടയും കാണാം. പക്ഷെ അവന് അഭിമുഖമായി ചുമരിന് നേരെ ചാരി വച്ചിരുന്നത് അവിടെ ഉള്ളതായി തോന്നാത്ത എന്തോ ഒന്നായിരുന്നു. അത് വഴിയിൽ നിന്ന് മാറ്റി ആരോ അവിടെ ഇപ്പോൾ കൊണ്ടിട്ടതുപോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന്. നഖങ്ങളുള്ള 2 കാലുകളിൽ നിൽക്കുന്ന സ്വർണ്ണ ചട്ടക്കൂടുള്ള സീലിങ്ങോളം ഉയരമുള്ള ഒരു മനോഹരമായ കണ്ണാടിയായിരുന്നു അത്. മുകളിൽ ചുറ്റും ഇറൈസ്ഡ് സ്ട്രാ എഹ്റു ഒയിറ്റ് ഉബെ കഫ്രു ഒയിറ്റ് ഓൺ വോസി എന്ന ലിഖിതം കൊത്തിവച്ചിരുന്നു. ഫിൽച്ചിൻ്റെയും സ്നേപ്പിൻ്റെയും ശബ്ദങ്ങൾ കേൾക്കാതായതോടെ ഹാരിയുടെ പേടി മാറി. പ്രതിബിംബം കാണാത്ത തന്നെ നോക്കണമെന്ന് ആഗ്രഹിച്ച് ഹാരി കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങി. അവൻ കണ്ണാടിയുടെ മുന്നിലേക്ക് കാലെടുത്തു വച്ചു. നിലവിളിക്കാതിരിക്കാൻ അവന് വായിൽ കൈകൾ കൊട്ടേണ്ടി വന്നു. അവൻ ചുറ്റും നോക്കി. പുസ്തകം അലറി വിളിച്ചപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അവൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. കാരണം കണ്ണാടിയിൽ തന്നെ മാത്രമല്ല, പിന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയും അവൻ കണ്ടു. പക്ഷേ മുറി ശൂന്യമായിരുന്നു. വളരെ വേഗത്തിൽ ശ്വസിച്ചുകൊണ്ട് അവൻ പതുക്കെ കണ്ണാടിയിലേക്ക് തിരിഞ്ഞു. അതാ, അവന് അതിൽ കാണാം. വെളുത്തതും ഭയാനകവുമായ ഭാവത്തോടെ അവൻ്റെ പിന്നിൽ കുറഞ്ഞത് 10 പേരെങ്കിലും ഉണ്ടായിരുന്നു. ഹാരി പിറകിലേക്ക് നോക്കി. പക്ഷേ അപ്പോഴും അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. അതോ അവരെല്ലാം അദൃശ്യരായിരുന്നോ? വാസ്തവത്തിൽ അവൻ അദൃശ്യരായ ആളുകളാൽ നിറഞ്ഞ ഒരു മുറിയിലാണോ? ഈ കണ്ണാടി അവരെ പ്രതിഫലിപ്പിക്കുകയാണോ? അവൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി. അവൻ്റെ പ്രതിബിംബത്തിന് തൊട്ടു പിന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈവീശി. അവൻ പിന്നിലേക്കൊരു കൈ നീട്ടി. അവൾ ശരിക്കും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവളെ തൊടാമായിരുന്നു. അവരുടെ പ്രതിബിംബങ്ങൾ വളരെ അടുത്തായിരുന്നു, ഒരുമിച്ച്. പക്ഷേ അവന് വായു മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. അവളും മറ്റുള്ളവരും കണ്ണാടിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. അവൾക്ക് കടും ചുവപ്പ് നിറത്തിലുള്ള മുടിയും കണ്ണുകളും ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ തൻ്റേതുപോലെ തന്നെയായിരുന്നു. ഹാരി ചിന്തിച്ചു. തിളക്കമുള്ള പച്ച, കൃത്യമായി അതേ ആകൃതി. പക്ഷെ അവൾ കരയുന്നത് അവൻ ശ്രദ്ധിച്ചു. പുഞ്ചിരിക്കുന്നുമുണ്ട്. അവളുടെ അരികിൽ നിന്നിരുന്ന ഉയരമുള്ള മെലിഞ്ഞ കറുത്ത മുടിയുള്ള പുരുഷൻ അവളെ ചുറ്റിപ്പിടിച്ചു. അയാൾ കണ്ണട ധരിച്ചിരുന്നു. മുടി വളരെ വൃത്തികെട്ട രീതിയിലായിരുന്നു, ഹാരിയുടെ മുടി പോലെ. ഹാരി കണ്ണാടിയോട് വളരെ അടുത്തായതിനാൽ അവൻ്റെ മൂക്ക് അവൻ്റെ പ്രതിബിംബത്തിൻ്റെ മൂക്കിൽ സ്പർശിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, അവൻ മന്ത്രിച്ചു. അച്ഛാ. അവർ അവനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ പതുക്കെ ഹാരി കണ്ണാടിയിലെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. തന്നെപ്പോലെ പച്ച കണ്ണുകളുള്ള മറ്റു ജോഡി കണ്ണുകളും തൻ്റേതുപോലെയുള്ള മറ്റു മൂക്കുകളും ഹാരിയുടെ മുട്ടുപോലുള്ള കാൽമുട്ടുകൾ പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ വൃദ്ധനെ പോലും കണ്ടു. ജീവിതത്തിൽ ആദ്യമായി ഹാരി തൻ്റെ കുടുംബത്തെ നോക്കുകയായിരുന്നു. പോട്ടേഴ്സ് പുഞ്ചരിച്ചുകൊണ്ട് ഹാരിയെ നോക്കി കൈവീശി. കൈകൾ ഗ്ലാസിൽ അമർത്തിപ്പിടിച്ചു. അതിലൂടെ അവരെ തൊടാൻ ആഗ്രഹിക്കുന്നത് പോലെ. അവൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു വേദന അനുഭവപ്പെട്ടു. പകുതി സന്തോഷം, പകുതി ഭയങ്കര സങ്കടം. എത്ര നേരം അവൻ അവിടെ നിന്നുവെന്ന് അവൻ അറിയില്ല. പ്രതിബിംബങ്ങൾ മങ്ങിയില്ല. ദൂരെയുള്ള ഒരു ശബ്ദം അവനെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുവരെ അവൻ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, തിരികെയുള്ള വഴി കണ്ടെത്തണം. അവൻ
തൻ്റെ കണ്ണുകൾ അവൻ്റെ അമ്മയുടെ മുഖത്തു നിന്നും പറിച്ചെടുത്തു. ഞാൻ തിരിച്ചു വരും എന്ന് മന്ത്രിച്ചുകൊണ്ട് അവൻ വേഗം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിനക്കെന്നെ ഉണർത്താമായിരുന്നു, റോൺ നിരാശനായി പറഞ്ഞു. നീ ഇന്ന് രാത്രി വന്നോളൂ, ഞാൻ പോകുന്നുണ്ട്. എനിക്ക് നിന്നെ കണ്ണാടി കാണിക്കണം. എനിക്ക് നിന്റെ അച്ഛനെയും അമ്മയും കാണണം, റോൺ ആകാംക്ഷയോടെ പറഞ്ഞു. നിന്റെ കുടുംബത്തിലുള്ളവരെയും എനിക്ക് കാണണം, എല്ലാ വീസ്ലികളെയും, നിന്റെ മറ്റ് സഹോദരന്മാരെയും എല്ലാവരെയും എനിക്ക് കാണിച്ചു തരണം. അത് നിനക്ക് ഇപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ, റോൺ പറഞ്ഞു. ഈ വേനൽക്കാലത്ത് എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നാൽ മതി. ചിലപ്പോൾ മരിച്ചവരെ മാത്രമേ അതിൽ കാണിക്കൂ. ഫ്ലമേലിനെ കണ്ടെത്താൻ കഴിയാത്തതാണ് ആകെയുള്ളൊരു വിഷമം. കുറച്ച് ബേക്കൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിക്ക്. നീ എന്താ ഒന്നും കഴിക്കാത്തത്? ഹാരിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ മാതാപിതാക്കളെ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അവരെ വീണ്ടും കാണും. അവൻ ഫ്ലമേലിനെ കുറിച്ച് ഏറെക്കുറെ മറന്നുപോയിരുന്നു. അതിപ്പോൾ അത്ര പ്രധാനമായി തോന്നിയില്ല. 3 തലയുള്ള നായ കാവൽ നിൽക്കുന്നത് എന്തായാലും എന്താ? സ്നേപ്പ് അത് മോഷ്ടിച്ചാൽ എന്താ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? റോൺ ചോദിച്ചു. എന്തോ പറ്റിയതുപോലെയുണ്ട്. ഹാരിക്ക് ഏറ്റവും ഭയം കണ്ണാടി മുറി വീണ്ടും കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല എന്നതായിരുന്നു. റോണും പുതപ്പിലുള്ളതിനാൽ ആ രാത്രി അവർക്ക് വളരെ പതുക്കെ നടക്കേണ്ടി വന്നു. വഴി കണ്ടെത്താൻ അവർ ഇരുണ്ട ഇടനാഴികളിലൂടെ 1 മണിക്കൂറോളം അലഞ്ഞു നടന്നു. എനിക്ക് തണുക്കുന്നു, റോൺ പറഞ്ഞു. നമുക്ക് തിരികെ പോകാം. ഇല്ല, ഹാരി ചീറ്റി. എനിക്കറിയാം, അതിവിടെ എവിടെയോ ഉണ്ട്. ഒരു ഉയരം കൂടിയ മന്ത്രവാദിനിയുടെ പ്രേതം അവരെ കടന്നുപോയി. പക്ഷേ മറ്റാരെയും കണ്ടില്ല. തൻ്റെ കാലുകൾ തണുപ്പിൽ മരവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് റോൺ ഞരങ്ങാൻ തുടങ്ങിയപ്പോൾ ഹാരി ആ കവചം കണ്ടു. ഇവിടെ തന്നെ, അതെ. അവർ വാതിൽ തള്ളി തുറന്നു. ഹാരി പുതപ്പൂരി കണ്ണാടിയുടെ അടുത്തേക്ക് ഓടി. അവർ അവിടെ ഉണ്ടായിരുന്നു. അവനെ കണ്ടതും അവൻ്റെ അച്ഛനും അമ്മയും സന്തോഷിച്ചു. കണ്ടോ? ഹാരി മന്ത്രിച്ചു. എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. നോക്ക്, എല്ലാവരെയും നോക്ക്, ഇവിടെ ഒരുപാട് പേരുണ്ട്. എനിക്ക് നിന്നെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇതിലേക്ക് നോക്ക്, ശരിക്കും നോക്ക്. ഞാൻ നിന്നിടത്ത് നിൽക്കൂ. പോ. ഹാരി മാറി നിന്നു. പക്ഷേ റോൺ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ അവന് തൻ്റെ കുടുംബത്തെ കാണാൻ കഴിഞ്ഞില്ല. പൈജാമ ധരിച്ച റോണിനെ മാത്രമേ അവൻ അതിൽ കണ്ടുള്ളൂ. റോൺ തൻ്റെ പ്രതിച്ഛായയിലേക്ക് ഉറ്റുനോക്കുകയായിരുന്നു. എന്നെ നോക്ക്, അവൻ പറഞ്ഞു. നിന്റെ കുടുംബം മുഴുവൻ നിന്റെ ചുറ്റും നിൽക്കുന്നത് കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ എനിക്ക് പ്രായം കൂടുതലായി തോന്നുന്നു. ഞാൻ ഹെഡ് ബോയ് ആണ്. എന്ത്? ബിൽ ഉപയോഗിച്ചിരുന്നത് പോലുള്ള ബാഡ്ജ് ഞാൻ ധരിച്ചിരിക്കുന്നു. ഹൗസ് കപ്പും ക്വിഡിച്ച് കപ്പും പിടിച്ചിരിക്കുന്നു. ഞാൻ ക്വിഡിച്ച് ക്യാപ്റ്റൻ കൂടിയാണ്. ആ മനോഹരമായ കാഴ്ചയിൽ നിന്ന് റോൺ കണ്ണുകൾ മാറ്റി ഹാരിയെ ആവേശത്തോടെ നോക്കി. ഈ കണ്ണാടിയെ ഭാവിയായിരിക്കുമോ കാണിക്കുന്നത്? അതെങ്ങനെ സാധിക്കും? എൻ്റെ കുടുംബത്തിലെ എല്ലാവരും മരിച്ചില്ലേ? ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഇന്നലെ രാത്രി മുഴുവൻ നീ ഇത് നോക്കിയിരുന്നില്ലേ? കുറച്ച് സമയം ഞാൻ നോക്കട്ടെ. ക്വിഡിച്ച് കപ്പ് കയ്യിൽ പിടിച്ചു നിൽക്കുന്നതിൽ എന്താണ് ഇത്ര കാണാനുള്ളത്? എനിക്കെൻ്റെ മാതാപിതാക്കളെ കാണണം. തള്ളല്ലേ! പുറത്ത് ഇടനാഴിയിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഒരു ശബ്ദം അവരുടെ ചർച്ചയ്ക്ക് വിരാമമിട്ടു. എത്ര ഉച്ചത്തിലാണ് അവർ സംസാരിച്ചതെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. വേഗം! മിസ്സസ് നോറിസിന്റെ തിളക്കമുള്ള കണ്ണുകൾ വാതിലിന് കുറുകെ വന്നപ്പോൾ റോൺ ആ പുതപ്പ് അവരുടെ മേൽ പെട്ടെന്നിട്ടു. റോണും ഹാരിയും നിശ്ചലരായി നിന്നു. രണ്ടുപേരും ഒരേ കാര്യം ചിന്തിച്ചു. ഇത് പൂച്ചകളിൽ നിന്ന് തങ്ങളെ മറക്കുമോ? കുറെ സമയത്തിന് ശേഷം അവൾ തിരിഞ്ഞുപോയി. ഇനി ഇവിടെ നിൽക്കണ്ട, അവൾ ഫിൽച്ചിനെ വിളിക്കാൻ പോയതായിരിക്കും. അവൾ നമ്മുടെ ശബ്ദം കേട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വാ പോകാം. റോൺ ഹാരിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു. പിറ്റേന്ന് രാവിലെയായിട്ടും ഹാരിയുടെ മുഖം തെളിഞ്ഞില്ല. ഹാരി
ചെസ് കളിക്കാം, റോൺ വിളിച്ചു. വേണ്ട. എങ്കിൽ നമുക്ക് ഹാഗ്രിഡിന്റെ അടുത്തേക്ക് പോയാലോ? വേണ്ട, നീ പോയിക്കോ. ഹാരി, നീ ആ കണ്ണാടിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ഇനി പോകണ്ട. എന്തുകൊണ്ട്? എനിക്കറിയില്ല. എനിക്കെന്തോ അത് നല്ലതിനല്ലെന്ന് തോന്നുന്നു. പോരാത്തതിന് ഫിൽച്ചും സ്നേപ്പും മിസ്സസ് നോറിസും ചുറ്റിത്തിരികയാണ്. നിന്നെ അവർക്ക് കാണാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ നിന്നെ കൂട്ടിയിടിച്ചാലോ? അല്ലെങ്കിൽ നീ എന്തിലെങ്കിലും തട്ടി മറിഞ്ഞു വീണാലോ? നീ ഇപ്പോൾ ഹെർമിയോണിയെ പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ സീരിയസ് ആയി പറയുകയാണ് ഹാരി, പോകരുത്. പക്ഷേ ഹാരിയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ണാടിയുടെ മുന്നിലേക്ക് തിരികെ പോകുക എന്ന ചിന്ത. റോൺ അവനെ തടയാൻ പോകുന്നില്ല. ആ 3-ാം രാത്രിയിൽ അവൻ മുമ്പത്തേക്കാൾ വേഗത്തിൽ വഴി കണ്ടെത്തി. അവൻ വളരെ വേഗത്തിൽ നടന്നു. കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ വഴിയിൽ അവൻ ആരെയും കണ്ടില്ല. അവന്റെ അമ്മയും അച്ഛനും വീണ്ടും അവനെ നോക്കി പുഞ്ചിരിച്ചു. അവന്റെ മുത്തശ്ശന്മാരിൽ ഒരാൾ സന്തോഷത്തോടെ തലയാട്ടി. ഹാരി കണ്ണാടിയുടെ മുന്നിൽ നിലത്തിയിരുന്നു. കുടുംബത്തോടൊപ്പം രാത്രി മുഴുവൻ അവിടെ ഇരിക്കുന്നതിന് അവനെ തടയാൻ ഒന്നുമില്ലായിരുന്നു. ഒന്നൊഴികെ. അപ്പോൾ വീണ്ടും വന്നു ഹാരി. തന്റെ ഉള്ളം തണുത്തുറഞ്ഞതായി ഹാരിക്ക് തോന്നി. അവൻ പിന്നിലേക്ക് നോക്കി. ചുമരിനടുത്തുള്ള മേശകളിലൊന്നിൽ സാക്ഷാൽ ആൽബസ് ഡംബിൾഡോർ ഇരിക്കുന്നു. കണ്ണാടിയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ച ഹാരി അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. നേരെ കടന്നു പോയിട്ടുണ്ടാകും. ഞാൻ നിങ്ങളെ കണ്ടില്ല സർ. അദൃശ്യനായാൽ കാഴ്ചശക്തി കൂടി കുറയുമെന്നത് അതിശയം തന്നെ, ഡംബിൾഡോർ പറഞ്ഞു. അദ്ദേഹം പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഹാരിക്ക് ആശ്വാസമായി. അപ്പോൾ ഡംബിൾഡോർ മേശയിൽ നിന്ന് താഴേക്ക് ചാടി ഹാരിയോടൊപ്പം തറയിലിരുന്നു. നിനക്ക് മുമ്പുള്ള 100 കണക്കിന് ആളുകളെ പോലെ മിറർ ഓഫ് ഇറേസ്ഡിന്റെ ആനന്ദം നീയും കണ്ടെത്തിയിരിക്കുന്നു. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു സർ. പക്ഷെ ഇപ്പോൾ അത് എന്താണ് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെനിക്കെൻ്റെ കുടുംബത്തെ കാണിക്കുന്നു. ഇത് നിന്റെ സുഹൃത്ത് റോണിനെ ഹെഡ് ബോയ് ആയി കാണിച്ചു. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? അദൃശ്യനാകാൻ എനിക്കൊരു പുതപ്പിന്റെയും ആവശ്യമില്ല, ഡംബിൾഡോർ സൗമ്യമായി പറഞ്ഞു. അപ്പോൾ മിറർ ഓഫ് ഇറൈസ്ഡ് എല്ലാവർക്കും എന്താണ് കാണിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? ഹാരി ഇല്ലെന്ന് തലയാട്ടി. ഞാൻ വിശദീകരിക്കാം. ഭൂമിയിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യന് ഇതൊരു സാധാരണ കണ്ണാടി പോലെ ഉപയോഗിക്കാം. അതായത് അവൻ ഇതിലേക്ക് നോക്കിയാൽ താൻ ആരാണെന്ന് കൃത്യമായി കാണാം. ഇപ്പോൾ മനസ്സിലായോ? ഹാരി ചിന്തിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും ഇത് കാണിച്ചു തരുന്നു. അതേന്നും അല്ലെന്നും പറയാം, ഡംബിൾഡോർ നിശബ്ദമായി പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴമേറിയതും തീക്ഷ്ണവുമായ ആഗ്രഹത്തെയാണ് ഇത് കാണിക്കുന്നത്. നിന്റെ കുടുംബത്തെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത നിനക്ക് അവർ നിന്റെ ചുറ്റും നിൽക്കുന്നതായി കാണിക്കുന്നു. എപ്പോഴും തന്റെ സഹോദരന്മാരാൽ മൂടപ്പെട്ട റൊണാൾഡ് വീസ്ലി താൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതായി കാണിക്കുന്നു, അവരിൽ ഏറ്റവും മികച്ചവനായി. എന്നിരുന്നാലും ഈ കണ്ണാടി നമുക്ക് അറിവോ സത്യമോ നൽകില്ല. മനുഷ്യർ അതിനു മുന്നിൽ തളർന്നു. അവർ കണ്ടതിൽ ആകൃഷ്ടരായി. അല്ലെങ്കിൽ അത് കാണിക്കുന്നത് യഥാർത്ഥമാണോ അതോ നടക്കുന്നതാണോ എന്ന് പോലും അറിയാതെ ഭ്രാന്തന്മാരായി പോയിട്ടുണ്ട്. ഹാരി, നാളെ ഈ കണ്ണാടി പുതിയൊരിടത്തേക്ക് മാറ്റും. ഇനി അത് തേടി പോകരുതെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. ഇനി നീ ഇത് എപ്പോഴെങ്കിലും യാദൃശ്ചികമായി കണ്ടാൽ കൂടിയും നീ കാര്യങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വപ്നങ്ങളിൽ മുഴുകി ജീവിക്കാൻ മറന്ന് ജീവിക്കുന്നത് ശരിയല്ല, അതോർക്കുക. ഇപ്പോൾ ആ മനോഹരമായ പുതപ്പ് ധരിച്ച് ഉറങ്ങാൻ പോകാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഹാരി എഴുന്നേറ്റു. സർ, പ്രൊഫസർ ഡംബിൾഡോർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? തീർച്ചയായും. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? ഞാനൊരു ജോഡി കട്ടിയുള്ള കമ്പിളി സോക്സുകൾ പിടിച്ചു നിൽക്കുന്നത് കാണുന്നു. ഹാരി തുറിച്ചു നോക്കി. ഒരാൾക്ക് ഒരിക്കലും ആവശ്യത്തിന് സോക്സുകൾ ഉണ്ടാകില്ല, ഡംബിൾഡോർ പറഞ്ഞു.
വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നു കഴിഞ്ഞു. എനിക്കൊരു ജോഡി പോലും കിട്ടിയില്ല. ആളുകൾ എനിക്ക് പുസ്തകങ്ങളാണ് എപ്പോഴും തരുന്നത്. ഡംബിൾഡോർ കള്ളം പറഞ്ഞതാകുമെന്ന് ഹാരിക്ക് തോന്നിയത് അവൻ കിടക്കയിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ്. എന്നാൽ പിന്നീട് സ്കാബേഴ്സിനെ തലയിണയിൽ നിന്ന് തട്ടിക്കളയുമ്പോൾ അത് തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യമായിരുന്നുവെന്ന് അവന് തോന്നി. അപ്പോൾ ഈ അധ്യായം ഇവിടെ തീർന്നു. നെക്സ്റ്റ് ചാപ്റ്ററുമായി വേഗം വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.